ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. പതിവ് പോലെ എൻ്റെ മോനെ ഫുഡൊക്കെ കൊടുത്ത് വന്നിട്ട് കൊടും ചൂട് ഗൈസ്. ഒരു രക്ഷയില്ല, വിയർത്ത് കുളിക്കുന്ന ഗൈസ്, വിയർത്ത് കുളിക്കുന്ന കേട്ടോ, ഒരു രക്ഷയില്ല. മുകളിലൊക്കെ തുണി കൊണ്ടുവന്ന് വിരിച്ചിട്ട് വരുമ്പോൾ നോക്കണ്ട, അത്ര ചൂട്. എൻ്റെ തല നനഞ്ഞ് തല നനയും, വെള്ളമൊഴിക്കും ഞാൻ തലയിൽ. പിന്നെ അതാ ഈ ചുമയൊക്കെ വന്ന് കയറുന്നത് കേട്ടോ. തല വിയർത്തിട്ട് നമ്മൾ തലയിൽ വെള്ളം ഒഴിക്കാതെ എന്ന് പറഞ്ഞാൽ തല വിയർക്കുന്നതോറും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. അതാ ഈ ചുമയൊക്കെ നമുക്ക് പിടിക്കുന്ന, തൊണ്ടയ്ക്ക് വേദനയും ഒക്കെ. അത്രയ്ക്ക് ചൂടായിട്ടോ. കാരണം നമ്മളെപ്പോഴും എ സിയിൽ ഇരിക്കാൻ പറ്റും, നമുക്ക് പണിയൊക്കെ ഇല്ലേ, അടുക്കളയിൽ പണിയുണ്ട്. അടുക്കളയിൽ എത്ര ഫാനിട്ടിരുന്നാലും എത്ര ഇതിട്ടിരുന്നാലും. അപ്പം മോനിതേ ചോറൊക്കെ കൊടുത്തിട്ട് വന്നു. കൈയൊക്കെ ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ, എല്ലാം ഉണങ്ങി വരുന്നുണ്ട്. ഇനി തൊലി നിമർന്ന് വരും കേട്ടോ. അങ്ങനെയാണ് കിടന്ന് വരുന്നു കേട്ടോ. അതേ പൗഡർ ഇടാൻ എൻ്റെ മോൻ കിടന്ന് വരുന്നതാണ് കേട്ടോ. കൈയുടെ അവിടെയൊക്കെ പൗഡർ ഇടാനാണ് ഈ കിടന്ന് വരുന്നത്. ഇത് ഇങ്ങനെ കിടന്ന് വരുന്നത് പൗഡറൊക്കെ ഇടാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഡെയിലി ഇവനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ചിലവർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്കൊരു കമൻറ്റ് വന്നു, എനിക്ക് പ്രാന്താണ്, ഉളമ്പാറയിൽ കൊണ്ടുപോയി. ഞാനത് റിമൂവ് ചെയ്തു. ഇവരെ നോക്കുന്നത്, ഇവരെ സ്നേഹിക്കുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപകാരമാകും. കാരണം ഒത്തിരി പേര് കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിലൊക്കെ ഇതുപോലെ കൂടുതൽ ലാബിനെയാണ് കൊണ്ടുവന്ന് കളയുന്നത് കേട്ടോ. ഒത്തിരി പേര് കൊണ്ടുവന്ന് കളയുന്നു. അപ്പോൾ ഇതെങ്കിലൊക്കെ കണ്ട് അവർ കൊണ്ടുവന്ന് കളയാതെ അവർക്കൊരു സ്നേഹം വരട്ടെ. ഒത്തിരി പേര് ഫുഡ് കൊടുക്കാതെയും അതിനെ കെട്ടിയിട്ടും, പിന്നെ ഒത്തിരി പേര് പെറ്റിനെ കുറച്ച് നാളത്തേക്ക് നോക്കിയിട്ട് അവരുടെ മുടി കൊഴിയുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനെ കൊണ്ടുവന്ന് പുറത്ത് കളയുന്നു. ഇതുപോലെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് മരുന്ന് മേടിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കൊണ്ടുപോകുന്ന ക്ലിനിക്കിൽ തന്നെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല, ഗവൺമെൻറ്റും ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിരുന്നാൽ അവർക്ക് മെഡിസിൻ കിട്ടും. അത് ഒരു മാസം കൊടുത്താൽ പോകാമെന്നുള്ളൂ. അത് കൊടുക്കാതിരുന്നാൽ അത് ചിലപ്പോൾ പുഴുക്കളൊക്കെ വരുമ്പോൾ അവരെ കൊണ്ടുവന്ന് കളയും. അങ്ങനെ കൊണ്ടുവന്ന് പുറത്ത് തള്ളുന്ന ഇഷ്ടംപോലെ പെറ്റ്സുകളുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഇതെങ്കിലും കണ്ടിട്ട് ഇനി അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. നമ്മൾ പെറ്റിനെ സ്നേഹിക്കുന്നവർ കണ്ടെങ്കിലും അങ്ങനെ കൊണ്ട് കളയുന്നവർ കുറേ പേരുണ്ട്. അവരെങ്കിലും ഇത് കണ്ടിട്ട് ഒന്ന് കളയാതിരിക്കട്ടെ. പാവമല്ലേ, പാവം ജീവികളായിട്ടോ. ഒരു ഇരട്ടി സ്നേഹം നമ്മൾ കൊടുത്ത 100 ഇരട്ടി സ്നേഹം നമുക്ക് തിരിച്ചു തരുന്ന മനുഷ്യൻ പോലും തരില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ മക്കൾ നോക്കുമായിരിക്കാം, ചിലവരുടെ മക്കളൊന്നും നോക്കാതെ എത്ര അമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് കളയുന്നു, കൊല്ലുന്നു. അത് ഹായ് 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 പന്നു ഹായ്. അപ്പം ഞാൻ പറയുന്ന പോലെ ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ആ സ്നേഹം. ഇന്ന് നമ്മൾ മക്കൾ നോക്കുന്നു, നാളെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരെ പോലെയുള്ളവർ നമുക്ക് 100 ഇരട്ടി സ്നേഹം തരും. നമ്മൾ ഇവരുടെ സ്നേഹത്തിലുണ്ടല്ലോ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്നു പോവും. പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല, ചീത്തയായിട്ടുള്ള ചിന്തകൾ വരില്ല. അങ്ങനെയൊക്കെ കുറേ പോസിറ്റീവുകളുണ്ട് കേട്ടോ ഇവരെ നോക്കുന്നതിനനുസരിച്ച്. പാവങ്ങളായിട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ മരുന്ന് അവരെ കാണിക്കും എങ്കിലും കണ്ടിട്ട് കുറേ പേരെങ്കിലും അങ്ങനത്തെ പാവങ്ങൾ ചെയ്യരുതേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവനെ ഇന്നലെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി KG ഒക്കെ നോക്കി, അവൻ്റെ കിലോയൊക്കെ നോക്കി കേട്ടോ. നോക്കിയിട്ട് ഡോക്ടർ അവൻ്റെ പ്രിസ്ക്രിപ്ഷൻ മോനെ ഇവന് തൂക്കിയെടുത്താൽ മെഷീനിലേക്ക് ഇരുത്താൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കൊന്നും പറ്റില്ല, അവന് 42 kg ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ ഇൻഡ്യൂ ഇട്ടേക്കണ കണ്ടോ, ആ മെഡിസിൻ നിർത്തലാക്കാൻ പറഞ്ഞു. ആ ഇൻഡ്യൂ ഇട്ടേക്കണ മെഡിസിൻ നിർത്തലാക്കിയിട്ട് ബാക്കി മെഡിസിൻസൊക്കെ കോഴ്സ് ഒരു 15 ദിവസം കൂടെ നീട്ടി തന്നു അദ്ദേഹം, ഡോക്ടർ. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഡോക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷനും കൂടെ കൊണ്ടുപോകണമല്ലോ, എന്തൊക്കെ മരുന്ന് എഴുതി തന്നു എന്ന് നോക്കണമല്ലോ. അപ്പോൾ അവന് 42 kg ഉണ്ട് കേട്ടോ. മീഡിയം ആണ്, ഇതിൽ കൂടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഈ ഇൻഡ്യൂ ഇട്ടൊക്കെയുണ്ടല്ലോ, ക്രോസ് എന്ന് ഇട്ടേക്കണം, ആ ടാബ്ലറ്റ്സ്, അതായത് ഇട്രോൺ എന്ന് പറയുന്ന ആ ടാബ്ലറ്റ്സ് നിർത്തിയിട്ട് ബാക്കി ടാബ്ലറ്റ്സും ട്യൂബൊക്കെ അപ്ലൈ ചെയ്യാനും ആ കോഴ്സ് 15 ദിവസം കൂടെ ബാക്കി ടാബ്ലറ്റ്സ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഡോക്ടറിനെ കാണിച്ചിട്ട് വന്നു. അത് കണ്ടോ. പിന്നെ ഞങ്ങൾ മെഡിസിനും മേടിച്ചു കേട്ടോ. മെഡിസിൻ അന്നേരം തന്നെ ചെന്ന് മേടിച്ചുകൊണ്ട് വന്നു. വേറൊരു ഇത് കണ്ടോ, 15 ദിവസത്തെ മെഡിസിനും കൂടെ മേടിച്ചുകൊണ്ട് വന്നു. ഇപ്പം ഞാൻ 2 ഞാൻ കൊടുത്തു. ഇന്നലെ രാത്രിയും ഇന്നത്തേക്കുമായിട്ട് ഞാൻ 2 കൊടുത്തു. അപ്പോൾ 15 ദിവസത്തെ മരുന്ന് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. 15 ദിവസം കൂടെ കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. അതിൻ്റെ പുറത്തൊക്കെ തൊലിയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇത് ഗ്യാസിൻ്റെ മരുന്ന് പാൻഡഫോർട്ടി, ഇത് അതിരാവിലെ കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒന്ന് കൊടുത്തു, ഇന്നലെ വാങ്ങിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതൊക്കെ തീർത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പ്രാന്തൊന്നുമല്ല. അപ്പം ഞാൻ എനിക്ക് പ്രാന്തായിട്ടൊന്നുമല്ല കേട്ടോ. ആ ബ്രോ എഴുതിയത് എനിക്ക് ഉളമ്പാറയെ കൊണ്ടുവരുന്നത്. ഇതൊന്നും ഒരു പെറ്റിനെ സ്നേഹിക്കുന്നത് ഉളമ്പാറയെ കൊണ്ടുവന്നതല്ല കേട്ടോ. അവരുടെ നല്ലൊരു മനസ്സാണ്, അത് ഓർക്കണം. ഇതെങ്കിലൊക്കെ കണ്ടിട്ട് ഈ കൊണ്ടുവന്ന് വഴി കളയുന്നവർ കളയാതിരിക്കട്ടെ. എന്ത് രോഗം വന്നാലും ആ രോഗത്തിന് മരുന്നുണ്ട് അവർക്ക്. നമ്മളെപ്പോലെ തന്നെ അവർക്കും മരുന്നുണ്ട്. അത് പെറ്റ് ക്ലിനിക്കിലോ ഗവൺമെൻറ് വകയായിട്ട് പോയിരുന്നാലും കിട്ടും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരുന്നാലും കിട്ടും ഇവരുടെ മരുന്നൊക്കെ. അപ്പോൾ അവർക്ക് സ്കിൻ ഡിസീസ് വന്നാലും പിന്നെ കൂടാതെ എന്ത് ക്യാൻസർ വന്നാലും ട്യൂമർ വന്നാലും മുടി കൊഴിഞ്ഞിരുന്നാലും എന്തായിക്കോട്ടെ അതിനൊക്കെ മരുന്നും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളത് ചെയ്യാൻ അവർക്കറിയാമോ? രോഗം എന്തെന്ന് പറയാനൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ തൊണ്ടയൊക്കെ പോയി ഗൈസ്. കാരണം തല വിയർക്കും തോറും ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, തല ചെന്ന് നനയ്ക്കും ഷവറിൽ. കാരണം എനിക്ക് തല ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രയാസം. അപ്പോൾ ഈ തൊണ്ടവേനയും ചുമയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഭയങ്കര കൊടും ചൂടിലാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഇതാണ് മോൻ്റെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി മോൻ ചൂടായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. ഇവൻ്റെ ആക്റ്റീവായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എടുക്കുന്ന സമയം ഇപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചൂടൊക്കെ കൂടിയവനൊരു ആക്റ്റീവ് ഇല്ലാതെ വരുന്നു കേട്ടോ. അതാണ് കാരണം. ഹായ് തന്നു കേട്ടോ ഗൈസ്. എല്ലാ ഫ്രണ്ട്സിനും ഹായ് തന്നു കണ്ടോ. അപ്പം മോൻ്റെ ഒരു ഹൈ ഇന്ന് കിട്ടി കേട്ടോ. കിടന്നിട്ടാണ് തരുന്നത്. ഒന്നും കൂടെ കൊടുത്തേ പൊന്നു. ഹായ് എല്ലാ ചേച്ചിമാർക്കും ആൻറ്റിമാർക്കൊക്കെ ഒരു ഹായ്. മമ്മിക്ക് നന്ദി. ഹായ് ഗൈസ് എന്ന് പറഞ്ഞേ. പൊന്നു താടി ഒരു പ്രാവശ്യം തരുള്ളൂ കേട്ടോ എൻ്റെ കൊച്ച്. അതെൻ്റെ കൈ തന്നു. ഹായ് കള്ളക്കുട്ടൻ കിടക്കുന്നു. അപ്പോൾ AC ഒക്കെ ഇട്ട് കൊടുത്ത് ഞാനിപ്പോൾ ഒന്ന് മുഖമൊക്കെ തുടച്ചു പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കിടക്കുന്നതാണ് കേട്ടോ. ഇന്ന് ശരീരം തുടച്ചെടുത്തില്ല. കാരണം അവനങ്ങനെയൊന്നും ഇന്ന് പുറത്ത് പോയിട്ടില്ല. രാവിലെ മാത്രമേ പോയിട്ടുള്ളൂ. ഇന്നലെയൊക്കെ നമ്മൾ നല്ലവണ്ണം ഞാൻ രാത്രിയൊക്കെ പൗഡർ ഇട്ടിട്ടാണ് കിടത്തിയത്. അപ്പോൾ ഇപ്പോഴും കുറച്ച് പൗഡർ ഇട്ടു എന്ന് മാത്രം. പിന്നെ ഇതുപോലെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എല്ലാം ശ്രദ്ധിക്കും കേട്ടോ. നമ്മുടെ ഡോക്ടർ ഇങ്ങനെയാണ്. അപ്പം ഇടുമ്പോൾ കഴുകുന്നുണ്ടോ, അവിടെ ആ ഭാഗം തുടക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. ആദ്യം ഞങ്ങളുടെ ഡോക്ടർ അതാണ് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം നമ്മളെപ്പോൾ പെറ്റിനെ കൊണ്ടുവരുന്നാൽ ആദ്യമേ പറയാം, അപ്പം ഇട്ടാൽ ഉടൻ തന്നെ അവൻ അകത്ത് കയറി വരുമ്പോൾ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടക്കണം, കൈയും കാലും തുടക്കണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ആദ്യം പോകുമ്പോൾ അതൊക്കെ നോക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞ് ചിലവർ ഇപ്പോൾ മെസ്സേജുമായിട്ട് വരും. ചില ഫേക്ക് ID മെസ്സേജ് ഇട്ട് വരും. എന്താണെന്നറിയാമോ, ഇപ്പോൾ ഇട്ട് വരും അടിയിൽ എഴുതിക്കൊണ്ട് എനിക്ക് പ്രാന്താണ് ഉളമ്പറയെ കൊണ്ടുപോകണം. അങ്ങനെ അങ്ങ് ആയിക്കോട്ടേന്നേ. എൻ്റെ വീട്ടുകാരങ്ങ് സഹിച്ചു. ഭ്രാന്ത് വന്നാൽ അവർ കൊണ്ടുപോയിക്കോളും. ഈ പറയുന്ന ചേട്ടന്മാരും ഈ പറയുന്ന സഹോദരന്മാരൊന്നും എന്നെ കൊണ്ടുപോകണ്ട. എൻ്റെ വീട്ടുകാർ കൊണ്ടുപോകുമല്ലോ. എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കൊന്നും തോന്നാത്ത വേദനയൊന്നും ഈ ചേട്ടന്മാർക്കും ഈ ബ്രോയ്ക്കൊന്നും തോന്നണ്ട. എനിക്ക് ഭ്രാന്താണോ ഇതെന്നൊക്കെ ഉള്ളത് കേട്ടോ. എനിക്ക് ഭ്രാന്ത് വന്നാൽ എൻ്റെ മക്കളൊക്കെ ഉണ്ട് കൊണ്ടുപോകാൻ. അവർ കൊണ്ടുപോയിക്കോളും. കുഴപ്പമൊന്നുമില്ല. ഭ്രാന്തെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ പെറ്റ്സിനെ നോക്കിയിട്ടല്ലല്ലോ ഭ്രാന്താവുന്നത്. അല്ലാതെയും ഭ്രാന്താവുന്ന എത്രയോ പേരൊക്കെ ഉണ്ടല്ലോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്കും ഓരോന്ന് ദൈവം നിശ്ചയിച്ച പോലെയല്ലേ. അപ്പോൾ ഒരു ബ്രോ ഒന്ന് എഴുതി കേട്ടോ, എനിക്ക് പ്രാന്താണ്. ഉളംപാറയിൽ കൊണ്ടുപോയിരുന്നാലും ഈ പ്രാന്ത് മാറൂല. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. പിന്നെ മോൻ കിടന്നു, ഒരു ഹായ് തന്നു. അവനിനി ആ തണുപ്പത്ത് കിടന്നു ഉറങ്ങിക്കൊള്ളു. തണുപ്പ് വന്നുകൊണ്ട് ഉറങ്ങുന്ന കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.
അപ്പം ഞാൻ മോന് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി എന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ, ഈ മെഡിസിനൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. എന്നും അവനെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഒത്തിരി പേരുണ്ട് ഇവനെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. ഇഷ്ടപ്പെടുന്നവർ കാണുക, ഇല്ലാത്തവർ കാണണ്ട. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.